ശാന്തി 6/6/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഭാവിയിൽ ഉയർന്ന കുലത്തിൽ വരുന്നതിൻ്റെ ആധാരം പഠനമാണ്. ഈ പഠനത്തിലൂടെയാണ് നിങ്ങൾക്ക് ബെഗർ ടു പ്രിൻസ് ആകാൻ സാധിക്കുന്നത്. ചോദ്യം: ഗോൾഡൻ സ്പൂൺ ഇൻ മൗത്ത് 2 പ്രകാരത്തിൽ പ്രാപ്തമാകുന്നു. എങ്ങനെ? ഉത്തരം: 1. ഭക്തിയിൽ ദാനപുണ്യം ചെയ്യുന്നതിലൂടെ. 2. ജ്ഞാനത്തിൽ പഠനത്തിലൂടെ. ഭക്തിയിൽ ദാനപുണ്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ രാജാവിൻ്റെയോ ധനികൻ്റെയോ അടുക്കൽ ജന്മമെടുക്കുന്നു. എന്നാൽ അത് പരിധിയുള്ളതായി. നിങ്ങൾ ജ്ഞാനത്തിൽ പഠനത്തിലൂടെ ഗോൾഡൻ സ്പൂൺ ഇൻ മൗത്ത് പ്രാപ്തമാക്കുന്നു. ഇതാണ് പരിധിയില്ലാത്ത കാര്യം. ഭക്തിയിൽ പഠനത്തിലൂടെ അല്ല രാജപദം ലഭിക്കുന്നത്. ഇവിടെ എത്രത്തോളം നല്ല രീതിയിൽ പഠിക്കുന്നുവോ അത്രയും ഉയർന്ന പദവി നേടുന്നു. ഓം ശാന്തി. മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് ആത്മീയ പിതാവ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇതിനെ ആത്മീയ ജ്ഞാനം എന്ന് പറയുന്നു. ബാബ വന്ന് ഭാരതവാസികളായ കുട്ടികൾക്കാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. ഇത് ബാബ വിശേഷിച്ച് ആജ്ഞാപിച്ചിരിക്കുന്നു. അതിനാൽ അത് അംഗീകരിക്കേണ്ടതാണല്ലോ. ഉയർന്നതിലും ഉയർന്ന ബാബയുടെ ശ്രീമത് പ്രസിദ്ധമാണ്. ഈ ജ്ഞാനവും കുട്ടികളായ നിങ്ങൾക്കുണ്ട്. ശിവ് ബാബയെ മാത്രമേ ശ്രീ ശ്രീ എന്ന് പറയാൻ സാധിക്കൂ. ആ ഒന്നാണ് ശ്രീ ശ്രീയാക്കി മാറ്റുന്നത്. ശ്രീ എന്നാൽ ശ്രേഷ്ഠം. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി, ഇവരെ ബാബയാണ് ഇങ്ങനെയാക്കി മാറ്റിയത്. നമ്മൾ ഇപ്പോൾ പുതിയ ലോകത്തേക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ലോകത്തിൻ്റെ പേര് തന്നെ സ്വർഗം എന്നും അമരപുരി എന്നുമാണ്. മഹിമയ്ക്ക് വേണ്ടി പേരുകൾ ധാരാളമുണ്ട്. സ്വർഗമെന്നും നരകമെന്നും പറയുന്നുമുണ്ട്. ഇന്നയാൾ സ്വർഗവാസിയായി എങ്കിൽ നരകവാസി ആയിരുന്നത് പോലെയാണല്ലോ. പക്ഷേ മനുഷ്യരിൽ ഇത്രയും വിവേകമില്ല. സ്വർഗമെന്നും നരകമെന്നും പുതിയ ലോകമെന്നും പഴയ ലോകമെന്നും എന്തിനെയാണ് പറയുന്നത്? ഒന്നും തന്നെ അറിയുന്നില്ല. എത്ര പുറം ഓടിയാണ് ഉള്ളത്. തീർച്ചയായും ബാബയാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് കുട്ടികളായ നിങ്ങളിലും കുറച്ചു പേരാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ലക്ഷ്മി നാരായണന്മാർ ആകുന്നതിന് വേണ്ടി വന്നിരിക്കുന്നു. നമ്മൾ ബെഗർ ടു പ്രിൻസ് ആകും. ആദ്യം നമ്മൾ പോയി രാജകുമാരനാകും. ഇത് പഠനമാണ്. എഞ്ചിനീയറിംഗും നിയമവും മറ്റും പഠിക്കുമ്പോൾ ബുദ്ധിയിൽ ഇതുണ്ടായിരിക്കും. നമ്മൾ വീട് നിർമ്മിക്കും, പിന്നെ ഇത് ചെയ്യും എന്നൊക്കെ. ഓരോരുത്തർക്കും തൻ്റെ കർത്തവ്യം സ്മൃതിയിൽ വരുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഈ പഠനത്തിലൂടെ പോയി വളരെ ഉയർന്ന വീട്ടിൽ ജന്മമെടുക്കണം. ആര് എത്ര അധികം പഠിക്കുമോ അത്രയും വളരെ ഉയർന്ന വീട്ടിൽ ജന്മമെടുക്കും. രാജാവിൻ്റെ ഗ്രഹത്തിൽ ജന്മമെടുത്ത് പിന്നെ രാജ്യം ഭരിക്കണം. ഗോൾഡൻ സ്പൂൺ ഇൻ മൗത്ത് എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. ഒന്നാമതായി ജ്ഞാനത്തിലൂടെ ഈ ഗോൾഡൻ സ്പൂൺ ഇൻ മൗത്ത് ലഭിക്കുക സാധ്യമാണ്. രണ്ടാമതായി നല്ല രീതിയിൽ ദാനപുണ്യങ്ങൾ ചെയ്യുകയാണെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ജന്മമെടുക്കും. അത് പരിധിയുള്ളതായി. ഇത് പരിധിയില്ലാത്തതാണ്. ഓരോ കാര്യവും നല്ല രീതിയിൽ മനസ്സിലാക്കൂ. ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ചോദിക്കാം. ഇന്ന കാര്യങ്ങൾ ബാബയോട് ചോദിക്കണം എന്ന് നോട്ട് ചെയ്യൂ. മുഖ്യമായത് ബാബയുടെ ഓർമ്മയുടെ കാര്യമാണ്. പിന്നെ ഏതെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ അത് ശരിയാക്കി തരും. ഇതും കുട്ടികൾക്കറിയാം. എത്രത്തോളം ഭക്തി മാർഗത്തിൽ ദാനപുണ്യങ്ങൾ ചെയ്യുന്നോ അപ്പോൾ സമ്പന്നരുടെ അടുക്കൽ ജന്മമെടുക്കും. ആരെങ്കിലും ഏതെങ്കിലും മോശമായ കർമ്മം ചെയ്തുവെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ജന്മമായിരിക്കും ലഭിക്കുന്നത്. ചിലരുടേത് ഇങ്ങനെയുള്ള കർമ്മബന്ധനമാണ്. ആ കാര്യം ചോദിക്കുകയോ വേണ്ട. ഇതെല്ലാം കഴിഞ്ഞ കാലത്തെ കർമ്മബന്ധനമാണ്. അങ്ങനെയുള്ള ചില രാജാക്കന്മാരുമുണ്ട്.
വളരെ കടുത്ത കർമ്മബന്ധനമുണ്ട്. ഈ ലക്ഷ്മി നാരായണന്മാർക്കാകട്ടെ യാതൊരു ബന്ധനവുമില്ല. അവിടെയാകട്ടെ യോഗബലത്തിൻ്റെ രചനയാണ്. യോഗബലത്തിലൂടെ നമുക്ക് വിശ്വത്തിൻ്റെ രാജപദവി നേടുവാൻ സാധിക്കും. എന്നിരിക്കെ കുട്ടികൾ ജനിക്കുന്നത് സാധ്യമല്ലേ? മുൻകൂട്ടി തന്നെ സാക്ഷാത്കാരമുണ്ടാകുന്നു. അവിടെയാണെങ്കിൽ ഇത് സാധാരണ കാര്യമാണ്. സന്തോഷത്തിൽ വാദ്യങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കും. വൃദ്ധനിൽ നിന്നും കുട്ടിയായി മാറുന്നു. മഹാത്മാവിനേക്കാൾ കുട്ടികൾക്ക് കൂടുതൽ മാന്യത നൽകാറുണ്ട്. കാരണം ആ മഹാത്മാവ് മുഴുവൻ ലൈഫും കടന്നു പോയിട്ടാണ് വലുതായത്. വികാരങ്ങളെ അറിയുന്നുണ്ട്, ചെറിയ കുട്ടികൾ അറിയുന്നില്ല. അതിനാൽ മഹാത്മാക്കളേക്കാൾ ഉയർന്നതായി പറയുന്നു. അവിടെയാണെങ്കിൽ എല്ലാവരും മഹാത്മാക്കളാണ്. കൃഷ്ണനെയും മഹാത്മാവ് എന്ന് പറയുന്നു. അതാണ് സത്യമായ മഹാത്മാവ്. സത്യയുഗത്തിലാണ് മഹാൻ ആത്മാക്കൾ ഉള്ളത്. അവരെ പോലെ ഇവിടെ ആരെങ്കിലും ഉണ്ടാവുക സാധ്യമല്ല. കുട്ടികളായ നിങ്ങൾക്ക് ഉള്ളിൽ വളരെ സന്തോഷമുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ പുതിയ ലോകത്തിൽ ജന്മമെടുക്കും. ഈ പഴയ ലോകം സമാപ്തമാകണം. വീട് പഴയതാകുമ്പോൾ പുതിയ വീടിൻ്റെ സന്തോഷം ഉണ്ടായിരിക്കുമല്ലോ. എത്ര നല്ല നല്ല മാർബിളും മറ്റും കൊണ്ട് വീട് നിർമ്മിക്കുന്നു. ജൈനന്മാരുടെ അടുക്കൽ ധാരാളം ധനമുണ്ട്. അവർ സ്വയം ഉയർന്ന കുലത്തിലേതായി മനസ്സിലാക്കുന്നു. വാസ്തവത്തിൽ ഇവിടെ ഒരു ഉയർന്ന കുലം എന്നത് ഇല്ല. ഉയർന്ന കുലത്തിൽ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി വീട് അന്വേഷിക്കുന്നു. അവിടെ കുലത്തിൻ്റെയോ മറ്റോ കാര്യം ഉണ്ടായിരിക്കുന്നില്ല. അവിടെയാണെങ്കിൽ ഒരേ ഒരു ദേവതമാരുടെ കുലമാണുള്ളത്. രണ്ടാമതൊന്നില്ല. ഇതിനു വേണ്ടി നിങ്ങൾ സംഗമത്തിൽ അഭ്യസിക്കുകയാണ്. നമ്മൾ ഒരു ബാബയുടെ കുട്ടികൾ എല്ലാവരും ആത്മാക്കളാണ്. ആത്മാവാണ് ഫസ്റ്റ്, പിന്നെയാണ് ശരീരം. ലോകത്തിൽ എല്ലാവരും ദേഹാഭിമാനിയായാണ് കഴിയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ദേഹി അഭിമാനിയാകണം. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ തൻ്റെ അവസ്ഥയെ ഉറപ്പിക്കണം. ബാബയ്ക്ക് എത്ര കുട്ടികളാണുള്ളത്? എത്ര വലിയ ഗൃഹസ്ഥമാണ്? എത്ര ചിന്ത നടക്കുന്നുണ്ടാകും? ഇദ്ദേഹത്തിനും പ്രയത്നിക്കേണ്ടി വരുന്നു. ഞാൻ ഏതെങ്കിലും സന്യാസിയല്ല. ബാബ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ബ്രഹ്മ, വിഷ്ണു, ശങ്കരന്റെ ചിത്രവുമുണ്ടല്ലോ. ബ്രഹ്മാവ് ഏറ്റവും ഉയർന്നതാണ്. അപ്പോൾ ആ ഒന്നിനെ ഉപേക്ഷിച്ച് ബാബ ആരിൽ വരും? ബ്രഹ്മാവ് പുതിയതായി ജനിക്കുന്നതൊന്നുമല്ല. കാണുന്നുവല്ലോ ഇദ്ദേഹത്തെ എങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ബ്രാഹ്മണരാകുന്നത് എന്ന്. ഈ കാര്യങ്ങൾ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. മറ്റുള്ളവർ എന്തറിയാൻ? പറയുന്നു ഇദ്ദേഹം രത്നവ്യാപാരിയായിരുന്നു. ഇദ്ദേഹത്തെ നിങ്ങൾ ബ്രഹ്മാവ് എന്ന് പറയുന്നു. അവർക്കെന്തറിയാം ഇത്രയും ബ്രാഹ്മണികൾ എങ്ങനെയാണ് ജനിക്കുക എന്നത്? ഓരോരോ കാര്യവും എത്ര മനസ്സിലാക്കിക്കേണ്ടി വരുന്നു. ഇത് വളരെ ഗുഹ്യമായ കാര്യങ്ങളാണല്ലോ. ഈ ബ്രഹ്മാവ് വ്യക്തമാണ്, അത് അവ്യക്തം. ഇദ്ദേഹം പവിത്രമായി പിന്നീട് അവ്യക്തമായി മാറുന്നു. ഇദ്ദേഹം പറയുന്നു ഞാൻ ഈ സമയം പവിത്രമല്ല, ഇങ്ങനെ പവിത്രമായി കൊണ്ടിരിക്കുകയാണ്. പ്രജാപിതാവാണെങ്കിൽ ഇവിടെ ഉണ്ടാകേണ്ടതാണല്ലോ. ഇല്ലെങ്കിൽ എവിടെ നിന്ന് വരും? ബാബ സ്വയം മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ പതീത ശരീരത്തിലാണ് വരുന്നത്. തീർച്ചയായും ഇദ്ദേഹത്തെ തന്നെ പ്രജാപിതാവ് എന്ന് പറയും. സൂക്ഷ്മവദനത്തിൽ പറയുകയില്ല. അവിടെ പ്രജകൾ എന്തു ചെയ്യുവാനാണ്? ഇദ്ദേഹം ഇൻഡിപെൻഡൻ്റായി പവിത്രമായി മാറുന്നു. ഇദ്ദേഹവും പുരുഷാർത്ഥം ചെയ്യുന്നത് പോലെ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്ത് ഇൻഡിപെൻഡൻ്റായി പവിത്രമായി മാറുന്നു. വിശ്വത്തിൻ്റെ അധികാരിയാകുന്നുവല്ലോ. സ്വർഗം വേറെയാണ്, നരകം വേറെയാണ്. ഇപ്പോഴാകട്ടെ എത്ര കഷ്ണങ്ങളായിരിക്കുന്നു. 5000 വർഷം മുമ്പുള്ള കാര്യമാണ്. എപ്പോഴാണോ ഇവരുടെ രാജ്യമായിരുന്നത്. അവർ പിന്നീട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നു. ആര് കഴിഞ്ഞ കൽപ്പത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ അവർ തന്നെയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ മുസൽമാൻ, പാർസി ആദിയായ എല്ലാവരും വരുന്നുണ്ട്. മുസ്ലിംസ് പിന്നെ ഹിന്ദുക്കൾക്ക് നോളജ് നൽകിക്കൊണ്ടിരിക്കുന്നു. അത്ഭുതമാണല്ലോ. ആരെങ്കിലും സിഖ് ധർമ്മത്തിലേതാണെന്നിരിക്കട്ടെ,
അവരും ഇരുന്ന് രാജയോഗം പഠിപ്പിക്കുന്നു. ആര് കൺവേർട്ടായി പോയോ അവർ പിന്നെ ട്രാൻസ്ഫറായി ദേവതാകുലത്തിലേക്ക് വന്നു ചേരും. തൈ നടുകയാണ്. നിങ്ങളുടെ അടുക്കൽ ക്രിസ്ത്യൻസും പാഴ്സികളും വരുന്നു, ബൗദ്ധരും വരും. കുട്ടികളായ നിങ്ങൾക്കറിയാം, എപ്പോൾ സമയം സമീപത്ത് വരുമോ അപ്പോൾ 4 ഭാഗത്തു നിന്നും നമ്മുടെ പേര് വരും. ഒരേ ഒരു പ്രഭാഷണം നിങ്ങൾ നടത്തും. അപ്പോൾ അനേകം പേർ നിങ്ങളുടെ അടുക്കൽ വരും. എല്ലാവർക്കും സ്മൃതി വരും, നമ്മുടെ സത്യമായ ധർമ്മം ഇതാണ്. ആരാണോ നമ്മുടെ ധർമ്മത്തിലുള്ളവർ അവരെല്ലാവരും വരും എന്നത് ശരി തന്നെയാണല്ലോ. ലക്ഷക്കണക്കിന് വർഷത്തിൻ്റെ കാര്യമില്ല. ബാബയിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ഇന്നലെ ദേവതയായിരുന്നു, ഇപ്പോൾ വീണ്ടും ദേവതയാകുന്നതിന് വേണ്ടി ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ സത്യമായ പാണ്ഡവരാണ്. പാണ്ഡവർ എന്നാൽ വഴികാട്ടികൾ. അവരാകട്ടെ ഭൗതികമായ വഴികാട്ടികളാണ്. ബ്രാഹ്മണരായ നിങ്ങൾ ആത്മീയ വഴികാട്ടികളാണ്. നിങ്ങൾ ഇപ്പോൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലഹരി നിങ്ങൾക്ക് വളരെയധികം ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ബാബയുടെ അടുക്കിലേക്ക് പോകുന്നു. ആ ഒന്നിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. അത് നമ്മുടെ അച്ഛനും ടീച്ചറുമാണ്. ഇതിൽ പഠിക്കുന്നതിന് വേണ്ടി ടേബിളോ കസേരയോ മറ്റോ ആവശ്യമില്ല. നിങ്ങൾ ഈ എഴുതുന്നത് പോലും തൻ്റെ പുരുഷാർത്ഥത്തിന് വേണ്ടിയാണ്. വാസ്തവത്തിൽ ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ശിവബാബ നിങ്ങൾക്ക് കത്തെഴുതുന്നതിന് വേണ്ടി ഈ പെൻസിലും മറ്റും എടുക്കുന്നു. കുട്ടികൾ മനസ്സിലാക്കും ശിവബാബയുടെ ചുവന്ന അക്ഷരങ്ങൾ വന്നു എന്ന്. ബാബ എഴുതുന്നു, ആത്മീയ കുട്ടികളെ. കുട്ടികളും മനസ്സിലാക്കുന്നു ആത്മീയ ബാബയാണ്. ആ ഒന്ന് വളരെ ഉയർന്നതിലും ഉയർന്നതാണ്. ആ ഒന്നിൻ്റെ മതമനുസരിച്ച് നടക്കണം. ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്. ഇത് ആദി മധ്യ അന്ത്യം ദുഃഖം നൽകുന്ന ഒന്നാണ്. ആ ഭൂതത്തിന് വശപ്പെടരുത്, പവിത്രമാകൂ. ഹേ പതീത പാവന എന്ന് വിളിക്കുന്നുമുണ്ട്. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നതിൻ്റെ വലിയ ശക്തി ലഭിക്കുന്നു. അതിനെ ആർക്കും ജയിക്കുവാൻ സാധിക്കില്ല. നിങ്ങൾ എത്ര സുഖമുള്ളവരാകുന്നു. അതിനാൽ ഈ പഠനത്തിൻ്റെ മേൽ എത്ര അറ്റൻഷൻ നൽകേണ്ടതാണ്. നമുക്ക് ചക്രവർത്തി പദവി ലഭിക്കുന്നു. നിങ്ങൾക്കറിയാം നമ്മൾ എന്തിൽ നിന്നും എന്തായിക്കൊണ്ടിരിക്കുന്നു. ഭഗവാൻ ഉവാച ആണല്ലോ, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു, രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. ഭഗവാൻ എന്ന് ആരെയാണ് പറയുന്നത്? ഇതും ആർക്കും അറിയില്ല. ആത്മാവ് ഓ ബാബ എന്ന് വിളിക്കുന്നു. അപ്പോൾ അറിയേണ്ടതാണല്ലോ ആ ഒന്ന് എപ്പോൾ എങ്ങനെ വരും എന്ന്. മനുഷ്യർ തന്നെ ആയിരിക്കുമല്ലോ ഡ്രാമയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ ഡ്യൂറേഷനും മറ്റും അറിയുന്നതിലൂടെ നിങ്ങൾ ദേവതയായി മാറുന്നു. ജ്ഞാനം തന്നെ സദ്ഗതിക്ക് വേണ്ടിയാണ്. ഈ സമയം കലിയുഗത്തിൻ്റെ അന്തിമമാണ്. എല്ലാവരും ദുർഗതിയിലാണ്. സത്യയുഗത്തിൽ സദ്ഗതി ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം ബാബ വന്നിരിക്കുകയാണ് സർവരുടെയും സദ്ഗതി ചെയ്യുവാൻ, സർവരെയും ഉണർത്തുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഖബറോ മറ്റോ ഉണ്ടായിരിക്കുന്നില്ല, പക്ഷേ ഘോര അന്ധകാരത്തിൽ കിടക്കുകയാണ്. അവരെ ഉണർത്തുവാൻ വരുന്നു. ഏത് കുട്ടികൾ ഘോര നിദ്രയിൽ നിന്നും ഉണരുന്നുവോ അവർക്ക് ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ടാകുന്നു. നമ്മൾ ശിവ് ബാബയുടെ കുട്ടികളാണ്. ഒരു പ്രകാരത്തിലുമുള്ള ആകുലതകളും ഇല്ല. ബാബ നമ്മെ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. കരയുന്നതിൻ്റെ പേര് പോലുമില്ല. ഇതാകട്ടെ കരയുന്നതിൻ്റെ ലോകമാണ്. അത് ഹർഷിതമായി ഇരിക്കുന്നതിൻ്റെ ലോകമാണ്. അവരുടെ ചിത്രങ്ങൾ നോക്കൂ, എത്ര ശോഭനീയവും പ്രസന്ന മുഖവുമായാണ് ഉണ്ടാക്കുന്നത്. ആ ഫീച്ചേഴ്സ് ഇവിടെ കണ്ടെത്തുവാൻ സാധിക്കില്ല. ഇതുപോലെയുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും കാണപ്പെടുന്നത് എന്ന് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നു. നിങ്ങൾ മധുരമായ കുട്ടികൾക്ക് ഇപ്പോൾ ഈ സ്മൃതി വന്നു കഴിഞ്ഞു. നമ്മൾ ഭാവിയിൽ അമരപുരിയിലെ പ്രിൻസ് ആകും. ഈ മൃത്യുലോകത്തിന്, ഈ വൈക്കോൽ കോണിക്ക് തീ പിടിക്കേണ്ടതുണ്ട്. സിവിൽ വാറിലും അന്യോന്യം എങ്ങനെയൊക്കെയാണ് കൊല്ലുന്നത്. ആരെയെങ്കിലും നമ്മൾ കൊല്ലുകയാണ് എന്നതുപോലും അറിയാൻ കഴിയുന്നില്ല. നിലവിളികൾക്ക് ശേഷം ജയ ജയ ഘോഷം ഉണ്ടാകും. നിങ്ങളുടെ വിജയമാണ്
ബാക്കി എല്ലാവരുടെയും വിനാശമുണ്ടാകും. രുദ്രന്റെ മാലയിൽ കോർക്കപ്പെട്ട് പിന്നെ വിഷ്ണുവിൻ്റെ മാലയിൽ കോർക്കപ്പെടും. ഇപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നു തൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനായി. ഭക്തിക്ക് എത്ര വിസ്താരമാണുള്ളത്! വൃക്ഷത്തിന് അനേകം ഇലകൾ ഉള്ളതുപോലെ ഭക്തിക്കും വിസ്താരമുണ്ട്. ബീജമാണ് ജ്ഞാനം. ബീജം എത്ര ചെറുതാണ്! ബീജമാണ് ബാബ. ഈ വൃക്ഷത്തിൻ്റെ സ്ഥാപനയും പാലനയും വിനാശവും എങ്ങനെ ഉണ്ടാകുന്നു എന്നത് നിങ്ങൾ അറിയുന്നുണ്ട്. ഇത് വെറൈറ്റി ധർമ്മങ്ങളുടെ തലകീഴായ വൃക്ഷമാണ്. ലോകത്തിൽ ഒരാൾ പോലും അറിയുന്നില്ല. ഇപ്പോൾ കുട്ടികൾക്ക് ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ വളരെയധികം പ്രയത്നം ചെയ്യണം. അപ്പോൾ വികർമ്മം വിനാശമാകും. ആ ഗീത കേൾപ്പിക്കുന്നവരും പറയുന്നു, മന്മനാഭവ. ദേഹത്തിൻ്റെ സർവധർമ്മവും ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. മനുഷ്യർ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. അതാകട്ടെ ഭക്തി മാർഗമാണ്. ഇത് ജ്ഞാനമാർഗമാണ്. ഈ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ചിന്തയുടെ ഒരു കാര്യവുമില്ല. ആര് അല്പമെങ്കിലും ജ്ഞാനം കേട്ടുവോ എങ്കിൽ പ്രജ പദവിയിൽ വരും. ജ്ഞാനത്തിൻ്റെ വിനാശം ഉണ്ടാകുന്നില്ല. പിന്നെ ആരാണോ യഥാർത്ഥമായി അറിഞ്ഞ് പുരുഷാർത്ഥം ചെയ്യുന്നത് അവരാണ് ഉയർന്ന പദവി നേടുന്നത്. ബുദ്ധിയിൽ ഈ അറിവുണ്ടല്ലോ. നമ്മൾ പുതിയ ലോകത്തിൽ പ്രിൻസ് ആകുന്നവരാണ്. സ്റ്റുഡൻറ് പരീക്ഷ പാസ്സാകുമ്പോൾ ആ ആൾക്ക് എത്ര സന്തോഷമുണ്ടാകുന്നു! നിങ്ങൾക്കാകട്ടെ 1000 തവണ കൂടുതൽ അതീന്ദ്രിയ സുഖം ഉണ്ടാകേണ്ടതാണ്. നമ്മൾ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയാകുന്നു. ഒരു കാര്യത്തിലും ഒരിക്കലും പിണങ്ങരുത്. ബ്രാഹ്മണിയോട് ചേരുന്നില്ലെങ്കിൽ ബാബയോട് പിണങ്ങുന്നു. നിങ്ങൾ ബാബയുമായി ബുദ്ധിയുടെ യോഗം ചേർക്കൂ. ആ ഒന്നിനെ സ്നേഹത്തോടെ ഓർമ്മിക്കൂ. ബാബ അങ്ങേ തന്നെ ഓർമ്മിച്ച് നമ്മൾ വീട്ടിൽ എത്തിച്ചേരും. ശരി. മധുരമധുരമായ സിക്കിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാഗ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒരു കാര്യത്തെക്കുറിച്ചും ആകുലമാകരുത്. സദാ ഹർഷിതമായിരിക്കണം. സ്മൃതി ഉണ്ടായിരിക്കണം, നമ്മൾ ശിവ് ബാബയുടെ കുട്ടികളാണ്. ബാബ നമ്മെ വിശ്വത്തിൻ്റെ അധികാരി ആക്കുന്നതിനായി വന്നിരിക്കുന്നു. തൻ്റെ അവസ്ഥയെ ഏകരസം ആക്കുന്നതിനു വേണ്ടി ദേഹി അഭിമാനി ആകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. ഈ പഴയ വീടിനോടുള്ള മമത്വം മാറ്റണം. വരദാനം: മനന ശക്തിയിലൂടെ ബുദ്ധിയെ ശക്തിശാലിയാക്കുന്ന മാസ്റ്റർ സർവശക്തിവാനായി ഭവിക്കട്ടെ. മനനശക്തി തന്നെയാണ് ദിവ്യബുദ്ധിയുടെ പോഷണം. ഏതുപോലെ ഭക്തിയിൽ സ്മരിക്കുന്നതിൻ്റെ അഭ്യാസിയാണോ, അതേപോലെ ജ്ഞാനത്തിൽ സ്മൃതിയുടെ ശക്തിയാണ്. ഈ ശക്തിയിലൂടെ മാസ്റ്റർ സർവശക്തിവാൻ ആകൂ. ദിവസവും അമൃതവേളയിൽ തൻ്റെ ഒരു ടൈറ്റിൽ സ്മൃതിയിൽ കൊണ്ടുവരൂ. മനനം ചെയ്തുകൊണ്ടിരിക്കൂ. അപ്പോൾ മനനശക്തിയിലൂടെ ബുദ്ധി ശക്തിശാലി ആയിരിക്കും. ശക്തിശാലിയായ ബുദ്ധിയുടെ മേൽ മായയുടെ യുദ്ധം ഉണ്ടാവുക സാധ്യമല്ല. പരവശമാവുക സാധ്യമല്ല. കാരണം മായ ഏറ്റവും ആദ്യം വ്യർത്ഥ സങ്കല്പമാകുന്ന ബാണത്തിലൂടെ ദിവ്യബുദ്ധിയെ തന്നെയാണ് ദുർബലം ആക്കുന്നത്. ഈ ദൗർബല്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉപാധി തന്നെയാണ് മനനശക്തി. സ്ലോഗൻ: ആജ്ഞാകാരികളായ കുട്ടികൾ തന്നെയാണ് ആശീർവാദങ്ങൾക്ക് പാത്രം. ആശീർവാദങ്ങളുടെ പ്രഭാവം ഹൃദയത്തെ സദാ സന്തുഷ്ടമാക്കി വയ്ക്കുന്നു. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ ഇരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. അന്തർമുഖിയാകൂ. സദാ പരിധിയില്ലാത്ത ആത്മീയ ദൃഷ്ടിയിലൂടെ, സഹോദര ബന്ധത്തിൻ്റെ വൃത്തിയിലൂടെ ഏതൊരു ആത്മാവിനെ പ്രതിയും ശുഭഭാവന വയ്ക്കുന്നതിൻ്റെ ഫലം തീർച്ചയായും പ്രാപ്തമാകുന്നു. അതിനാൽ പുരുഷാർത്ഥത്തോട് ക്ഷീണിക്കരുത്, നിരാശവും ആകരുത്. നിശ്ചയബുദ്ധിയായി എൻ്റേതെന്ന ഭാവത്തിൻ്റെ സംബന്ധത്തിൽ നിന്നും വേറിട്ട് ശാന്തിയുടെയും ശക്തിയുടെയും സഹയോഗം
ആത്മാക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കൂ. ഓം ശാന്തി. ഓം ശാന്തി. ഞാൻ അശരീരി ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ അകാല സിംഹാസനത്തിൽ ഒരു പ്രകാശബിന്ദുവായി തിളങ്ങുന്ന ഞാൻ ശാന്തസ്വരൂപമാണ്. ശക്തി സ്വരൂപമാണ്. പവിത്ര സ്വരൂപമാണ്. സ്മൃതിയുടെ ശക്തി കൊണ്ട് ഞാൻ എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപം എമേർജ് ചെയ്ത് ഈ സാകാര ദേഹത്തിൽ നിന്നും സാകാര ലോകത്ത് നിന്നും ഉപരിയാകുന്നു. ഫരിഷ്തയായ ഞാൻ സൂക്ഷ്മ ലോകത്തിൽ ബാപ്ദാദയുടെ സന്മുഖത്ത് സ്ഥിതി ചെയ്യുന്നു. ബാപ്ദാദയിൽ നിന്നും ലഭിക്കുന്ന വരദാനി ദൃഷ്ടി എന്നെ സമ്പന്നവും സമ്പൂർണവുമാക്കി മാറ്റുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ നിരാകാര സ്വരൂപത്തിൽ നിരാകാര ദേശത്തിൽ എത്തിച്ചേരുന്നു. സർവശക്തിവാനായ ശിവബാബയിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കി സ്ഥിതി ചെയ്യുന്നു. ബാബയുടെ സർവശക്തികളുടെയും അനന്തകിരണങ്ങൾ എന്നിൽ പതിച്ച് എന്നെ മാസ്റ്റർ സർവശക്തിവാനാക്കി മാറ്റുന്നു. ഈ ശക്തിശാലി സ്ഥിതി പ്രാപ്തമാക്കി ഞാൻ ഡബിൾ ലൈറ്റ് സ്വരൂപ സ്ഥിതിയിൽ അകാല സിംഹാസനത്തിലേക്ക് മടങ്ങി വരുന്നു.